അപ്പം ദുബായിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ അടുത്താണല്ലോ അസർബൈജാൻ, ബാക്കു. എപ്പോഴും ആലോചിക്കുക അസർബൈജാനിൽ വരണം, ഇത്രയും നാളായിട്ട് നടന്നില്ല. അപ്പോൾ അസർബൈജാനിൽ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് എന്ത് രസമാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഈ പെയിൻറ്റിങ് ഒക്കെ ഭയങ്കര രസം. ഈ ഹോട്ടലിൻ്റെ അകം തന്നെ നല്ല ഭംഗി. ഇപ്പോൾ 2 ദിവസം കൊണ്ട് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമോ അതാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് ദിവസം കാണാനുണ്ട് അസർബൈജാൻ. അപ്പം 2 ദിവസം കൊണ്ട് ബാക്കു. അകം ഇങ്ങനെയാണെങ്കിൽ പുറം എങ്ങനെയാണ് എന്നുള്ളൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. അപ്പോൾ നമ്മൾ പോവുകയാണ് ബാക്കു. ബാക്കുവിലെ ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിയമാണ് ഹൈദർ അലി മ്യൂസിയം. മസ്റ്റ് വിസിറ്റ് പ്ലേസിൽ ഒന്നാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ദുബായ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ദുബായിൽ വേറെ ഒരു വെറൈറ്റി ഒരു ബിൽഡിങ്ങും കാര്യങ്ങളാണ്. ഈ അസർബൈജാൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഇറാഖ് ബ്രിട്ടീഷ് ഒരു ആർക്കിടെക്ചറാണ്. എന്താ പറയുക, എന്ന് ഞാനൊരു വായിച്ചായിരുന്നു. ഇറാഖ് ബ്രിട്ടീഷ് ഒരു ആർക്കിടെക്റ്റാണ് ഇതിൻ്റെ കരങ്ങൾ മുന്നിൽ പ്രവർത്തിച്ച്. ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് പഴയ കാറുകൾ, പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്. നമുക്കത് പോയി കാണാം. ഒരാൾക്ക് എത്രയോ രൂപ വെച്ചിട്ട്. എൻ്റെ കൂടെ ഒരുപാട് നാളായിട്ട് വർക്ക് ചെയ്യുന്ന, എല്ലാ വർക്കിനും ഒക്കെ വരുന്ന ഒരു ചേച്ചിയുണ്ട്. ഷീല ചേച്ചി ഞാനും കൂടെയാണ് വന്നേക്കുന്നത്. ഷീല ചേച്ചി നിൽക്കുന്നു. ഹായ് ഷീല ചേച്ചി. ഷീല ചേച്ചി എന്നെ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. എല്ലാ വീഡിയോയിലും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന. ഷീല ചേച്ചി പ്രാവശ്യം ഹെൽപ്പ് ചെയ്യണം. ഇതൊക്കെ എന്ത് ഇപ്പൊ ഇതുവരെ എടുത്ത് കിട്ടിയിട്ടില്ല. ഇതുവരെ എടുത്ത് അത്ര ശരിയായിട്ടില്ല. ഇങ്ങനെ അടുത്തോട്ട് വന്നപ്പോഴേക്കുവേ വിറയ്ക്കുന്നുണ്ട് ഫോണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എനിക്ക് എന്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു, ഏതാണ്ട് ചിക്കൻ കാലിന്റെ എല്ല് പോലെയൊക്കെ. എങ്ങനെയായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു ഐഡിയ വരുന്നത്, ഇങ്ങനെയൊക്കെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാം എന്നൊക്കെ? ഓരോരുത്തർക്കും ഓരോന്ന് ദൈവം കഴിവ് കൊടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോഴേ, ഒരു എല്ല് കടിച്ചു തിന്നാൻ തോന്നുന്ന കോഴിക്കാല് പോലത്തെ ബിൽഡിങ്. ഇനി നമുക്ക് ഈ കോഴിക്കാല് ബിൽഡിങ്ങിന്റെ അകത്ത് എന്താണ് അവർ വെച്ചേക്കുന്നത് നോക്കാം അല്ലേ? കമോൺ, ബാക്കൂര് വന്നിട്ട് എന്തെങ്കിലും കണ്ടിട്ട് പോണ്ടേ? എന്റെ പുറകിൽ നോക്കി ഏതാണ്ട് ഷേപ്പിലുള്ളൊരു ഷിപ്പിന്റെ ഇതിൽ പോലത്തെ ഒരു ബസ്സിൽ നിറയെ ആൾക്കാർ ഇപ്പം വന്ന് ഇറക്കി വിട്ടിട്ട് പോയതേ ഉള്ളൂ. എല്ലാവരും പറയും എൻ്റെ വീഡിയോയിൽ പലപ്പോഴും ഓളിയൊന്നും ഇല്ല എന്നാ. ഞാൻ മൈക്കൊന്നും എടുക്കാറില്ല. ഞാൻ ആ സമയമാകുമ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് കുത്താനൊക്കെയുള്ള മടിയാ. ഓക്കെ, അയ്യോ, ഈ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ നോക്കിയേ, എന്തൊരു ഷേപ്പ് അത്! ഇങ്ങനെ ഒരു ഷേപ്പ് സമ്മതിച്ചു കേട്ടോ. അവരുടെ ഒരു ഞാനോർത്ത് ദുബായിയുടെ ഒക്കെ അടുത്തായോണ്ടേ വെതർ ചെക്ക് ചെയ്തില്ല. അത്യാവശ്യം തണുപ്പുണ്ട്. ഒരു ഭയങ്കര രസമുള്ള ബിൽഡിങ്. പതുക്കെ എടുക്കാം അല്ല, എൻ്റെ വീഡിയോക്ക് ഭയങ്കര ഫാസ്റ്റാണ്.
പിന്നെ വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, മൈക്കൊന്നും ഇല്ല. എന്നിട്ട് നിങ്ങൾ ഇത്രയും പേരെങ്കിലും കാണുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ അത്ഭുതം. Still I love you. ഇവിടുത്തെ മണിയുടെ പേര് ഞാൻ ചോദിക്കാൻ മറന്നു. എന്തോ മന അങ്ങനെ എന്തോ പറയണ കേട്ടു കറക്റ്റ്. ഇതിനകത്തുനിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അകത്തോട്ട് പോകാൻ വേണ്ടി. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ വിൻറ്റേജ് കാർ കളക്ഷൻ്റെ 20 മനാത്താണ് ഇവിടുത്തെ മണി എന്ന് പറയുന്ന മനാത്താണ്. ഒരാൾക്ക് 20 മനാത്ത്. ഞങ്ങൾ ഞാൻ കാർ വിൻറ്റേജ് കാർ കളക്ഷൻ മാത്രമേ കാണുന്നുള്ളൂ. ഇത് മേടിച്ച് നമ്മളിതാ പോണു കാർ കളക്ഷൻ കാണാൻ. അങ്ങനെ ഞങ്ങൾ ആ ഫ്ലോറിലെത്തി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അസർബൈജാൻ മെഴ്സിഡസ് ബെൻസിൻ്റെ 1956 ഗുൾവിംഗ്. അസർബൈജാൻ ഗുൾവിംഗ്. അങ്ങനെ നമ്മൾ ഇവിടെ ടൗണിൽ എത്തിയേക്കുവാണ്. ഹൈലാൻഡ് പാർക്ക് വാലിയോ അങ്ങനെ ഒരു സ്ഥലത്ത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ അതിൻ്റെ മുകളിലെത്തണം. അപ്പോഴത്തേക്കും ഞാനൊരു സ്ഥലം കണ്ടു. പോമഗ്രാനൈറ്റ് ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കണ്ടു. ജ്യൂസ് ഉണ്ടാക്കി വെച്ചേക്കുക. ഇങ്ങനെ നല്ല ഫ്രഷ് പോമഗ്രാനൈറ്റ് ജ്യൂസ്. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചേക്കുക. Freshly made. I want to see the freshly made one. Okay, no problem, no problem. Yaxşı, olacak. അപ്പൊ ഇപ്പൊ നമുക്ക് ഉണ്ടാക്കി തരുമ്പോഴല്ലേ അത് രസമായിട്ടിരിക്കും. നല്ല ആയിരിക്കും ഇവിടുത്തെ ഫ്രൂട്ട്സ് ഒക്കെ നല്ല ഫ്രഷ് ആയിരിക്കും. ഓ എന്നാ മധുരം. ഏതാണ്ട് ഷുഗർ ഇട്ട പോലത്തെ മധുരം. ചോപ്പുണ്ടാ നമ്മളെല്ലാവരും കൂടെ നേരെ ആ പാർക്ക് വാലിയുടെ മുകളിലോട്ട് പോകാൻ വേണ്ടി ഇരിക്കുക. അങ്ങനെ നമ്മൾ ആ ലിഫ്റ്റ് കയറി നേരെ ഇവിടെ എത്തി. എന്ത് രസമാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടി എന്ന് പറഞ്ഞത്. മോസ്കാണ്. ഇവർ ഒരു സ്ഥലത്തും
ഇംഗ്ലീഷിൽ എഴുതാത്തോട് നമുക്കത് വായിക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ടോ, ഇത് ഒരു രീതിയിലും വായിക്കാൻ പറ്റുന്നില്ല. പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ, അത്ര ഭംഗി. നമ്മളിവിടുന്ന് നേരെ ഇത് മ്യൂസിയം അല്ല, മോസ്കാണ്. ഇവിടുന്ന് നേരെ നമ്മൾ നടന്ന് താഴോട്ട് ഇറങ്ങി. ഇവിടെ ഇതിനോട് ചുറ്റി തന്നെ കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഭാഗ്യത്തിന് ഇവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാർപ്പറ്റ് മ്യൂസിയം, സീസൈഡ് ബൊളിവിയർ, സ്പോർട്സ് ഹോൾ എല്ലാം അങ്ങോട്ട്. മേഡൻ ടവർ ഇവിടുത്തെ വൺ ഓഫ് ദ ഒരു മെയിൻ അട്രാക്ഷനാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് കോഫി ടൈം. ഒരു കുഞ്ഞിക്ക കോഫി കണ്ടില്ല. ഞാനിവരുടെ പൈസ 10 മനാത്ത്. അപ്പം കാസ്പിയൻ സീയുടെ ആ ഒരു ഏരിയ ആണ് ഇപ്പം നമ്മൾ പെൻസി ചെയ്ത് ഇങ്ങനെ കണ്ടോ, അങ്ങേ അറ്റം നമ്മൾ ചേർന്ന് മുട്ടി. ബാക്കു ബൊളിവിയ എന്ന് പറയും. ഏറ്റവും തൊട്ട് ഇങ്ങോട്ട് നടക്കാൻ എന്ത് രസമാണ്. സൈഡിൽ മൊത്തം ഷോപ്സ്, പാർക്ക്, അങ്ങനെ ഇരിക്കാം. ബാക്കു ബൊളിവിയ രസമുണ്ട്. ഇവിടുത്തെ ബിൽഡിങ്ങിന്റെ ഭംഗി എത്ര പറഞ്ഞിട്ടും മതിയാവുന്നില്ല. തലയിൽ നല്ല ഒരു ഹെയർ ബാൻഡ് വെച്ച പോലെ. ഇത് ഞാൻ കണ്ടൊരു എന്തോ പെയിന്റിങ് പോലെയൊക്കെ തോന്നി. ബിൽഡിങ്ങിന്റെ ഇത് കണ്ടോ, മ്യൂസിക് സ്ട്രിങ്സിന്റെ ഇതാണ് വെച്ചേക്കുന്നത് പെയിന്റിങ്ങില്. ഇതൊക്കെ കണ്ടിട്ട് എങ്ങോട്ട് പോകണമെന്ന് സത്യത്തിൽ മനസ്സിലാവുന്നില്ല. അതെ, ഒരു റോള് ഷവർമയൊക്കെ
ചിക്കൻ റോളൊക്കെ ചുരുട്ടി വെച്ചേക്കുന്ന പോലത്തെ ഷേപ്പിൽ ഒരു ബിൽഡിങ്. അപ്പം നമ്മൾ കാർപ്പറ്റ് മ്യൂസിയം, ഇതാ കാർപ്പറ്റ് മ്യൂസിയത്തിൻ്റെ അകത്ത് കയറി. കണ്ട ചെയ്യുന്ന കണ്ട തുന്നുന്ന നമ്മുടെ ഷീല ചേച്ചി നന്നായിട്ട് തയ്ക്കും. ചേച്ചി നന്നായിട്ട് തയ്ക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിട്ട് ഇഷ്ടാവൂലേ? അതുകൊണ്ട് ഓരോരുത്തരുടെ ടാലൻ്റാണ്. ചിലർ ബിൽഡിംഗ് ഉണ്ടാക്കാൻ, ചിലർക്ക് തുന്നാൻ, ചിലർക്ക് കാർപ്പറ്റ്. കണ്ട നമ്മൾ ആ ഷേപ്പ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഈ ഷേപ്പ് അതിനെപ്പറ്റി എഴുതിയേക്കുന്നത്. ഞാനിത് ശ്രദ്ധിക്കാതെ പോകുമായിരുന്നു. ഷീല ചേച്ചിയുടെ കണ്ണുകളിൽ പൊതിഞ്ഞു മാതളത്തിന്റെ മരം, പോമഗ്രാനൈറ്റ്, ആപ്പിളാന്ന് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. പക്ഷെ പറിക്കാൻ പറ്റില്ല, അതങ്ങനെ അലൗഡ് അല്ലല്ലോ. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. അതിന് ഷീല ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ആരോ കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. താജ് ലേക്ക് പാലസിന്റെ വീഡിയോയിലാന്ന് തോന്നുന്നു പാട്ട് പാടുന്ന. എനിക്ക് തൊണ്ട വയ്യായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പാടാണ്ടിരിക്കോ? കൊള്ളാം. മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ, കതിർപ്പാൽ മണികൾ കനമാർന്നതില്ലേ, മതകൂജനമാർന്നിണപ്രാവുകളി, വയലേലകളിൽ പുലർവേളകളിൽ കണി കണ്ടുവരാം, കുളിർ ചൂടി വരാം. ഉണ്ടോ മാതളങ്ങൾ? മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ, കതിർപ്പാൽ മണികൾ കനമാർന്നതില്ലേ. ഇപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്ന പാർക്ക് എന്ന് പറയുന്നത് മില്ലി പാർക്ക്. അയ്യോ, ഇപ്പൊ 2 മലയാളീസ് വന്നായിരുന്നു. ഇപ്പൊ നമ്മള് വീഡിയോയിൽ വന്നില്ല അല്ലേ? അയ്യോ, ഇപ്പൊ ഒന്ന് പോയതേ ഉള്ളൂ. നമ്മള് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എനിക്ക് എന്ത് രസമാണെന്ന് വെച്ചിട്ട് ഇതാണ് മിനി വെനീസ് ബാക്കു. ഇത് ഇവിടുത്തെ വൺ ഓഫ് ദ മേജർ അട്രാക്ഷൻസിൽ പെടുന്ന ഒരു സംഭവമാണ്. വെനീസ് എന്ന് പറയുന്നത് യൂറോപ്പിലെ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഇതുണ്ട്, ഇതിൽ വേണമെങ്കിൽ നമുക്ക് ബോട്ടിൽ പോവാം. നോക്കട്ടെ. അവസാനം സലാം ബാക്കു, ഓൾഡ് മംഗൾ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിന്റെ അവിടെ നേരെ ഓപ്പോസിറ്റ് സലാം ബാക്കു എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഉണ്ട്. ഞാൻ ഇതൊരു വീഡിയോയിൽ കണ്ടത്, ഒരു ഹിന്ദി വീഡിയോയില്. അപ്പൊ പിന്നെ എന്നാ അങ്ങോട്ട് കയറാന്ന് വെച്ചു. അങ്ങനെ ഒരു നല്ല പ്ലേസ് നോക്കി ഇരിക്കാൻ പറ്റി. ഹായ് ചേച്ചി, എങ്ങനെയുണ്ട് ഈ ട്രിപ്പ്? ഇഷ്ടായോ? നമ്മുടെ ചേച്ചിയുടെ ഫസ്റ്റ് ട്രിപ്പാണ്. ഫസ്റ്റ് ട്രിപ്പോട്ടെന്ന് വെച്ചാൽ പാസ്പോർട്ട് എടുത്തു വെച്ചിട്ട് എത്ര വർഷമായി? 5 വർഷമായി. ഇതാദ്യമായിട്ടാണ് പാസ്പോർട്ടിൽ ഒരു ദിവസം തന്നെ 2 സ്റ്റാമ്പ്. ദുബായ് ഇറങ്ങി അവിടുന്ന് നേരെ അസർബൈജാന്റെ ക്യാപിറ്റലാണ് ബാക്കു.
അത് അങ്ങനെ 2024 കയ്യും കിട്ടിയത്. ഒരു കുഞ്ഞു ബ്രെഡ് ചോദിച്ചതാണ്, വേണം ഇതിൽ കിടന്ന് ഉറങ്ങാം, നല്ല ക്ഷീണമുണ്ട്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. പിന്നെ നമ്മൾ അടുത്തത് ഓർഡർ ചെയ്തത് ചിക്കൻ വിത്ത് ഫ്രൂട്ട്സ് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഫ്രൂട്ട് സോസ് ആണെന്ന് പറയണേ. ഫ്രൂട്ട്സ് ഒന്നും കണ്ടില്ല. നല്ല ചൂട് ചിക്കൻ, ഓൾഡ് സിറ്റി മൂഡ്. ഈ ഒരു ചിക്കൻ നമ്മുടെ ഒരു ടേസ്റ്റുമായിട്ടൊക്കെ നല്ല ഒരു ഇഷ്ടപ്പെടും, നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടും. ചെറിയൊരു പുളിപ്പും, കുഴപ്പമില്ല, ടേസ്റ്റ് പിടിക്കായിട്ടൊന്നുമില്ല. പിന്നെ അതിന് ശേഷം ഒരു റൈസ് വിത്ത് നല്ല രസം, നല്ല പാത്രമൊക്കെ. റൈസ് നമ്മുടെ ബിരിയാണി പോലെ തന്നെ, അതിൻ്റെ അകത്ത് കുറച്ച് മീറ്റും, മട്ടനാണ്, റൈസ്, മട്ടൻ, പിന്നെ കുറച്ച് ചീരയുടെ ഇല പോലെ, ചീരയുടെ പോലത്തെ ഇല. അത് വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അസർബൈജാൻ ബിരിയാണി. ഈസ് ദി സ്പെഷ്യൽറ്റി ഫ്രം അസർബൈജാൻ. ഇത് ഞാൻ ശരിക്കും എനിക്ക് എൻ്റെ ഓർമ്മയിൽ മൊത്തം ടർക്കി ഓർമ്മ വരിക. കുനാഫ. ചേച്ചി ഇത് കുനാഫ എന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലുമുണ്ട്. ചേച്ചി വെജിറ്റേറിയൻ ആണ്. ബ്രെഡും ഇതും പിന്നെ ഒരു സാലഡും ഒക്കെയാണ് ചേച്ചിയുടെ ഇത്. എന്നാൽ ഈ ആംബിയൻസും കാര്യങ്ങളും, ഈ നമ്മുടെ അസർബൈജാൻ ടീ ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയുമോ? ശർക്കര വേണേ എടുക്കാം, അല്ലെങ്കിൽ പഞ്ചസാര എടുക്കാം. ഇനി അതെല്ലാം ലെമൺ ഇട്, അതിൻ്റെ അകത്ത് ലെമൺ ഇട്. ഇനി പുള്ളി വേണമെങ്കിൽ നമുക്കത് ഇങ്ങനെ മുറിച്ച് വായി വെച്ച് തരും. അങ്ങനെ ചേച്ചിക്ക് ആഗ്രഹമുണ്ടോ ഒരു ബാക്കു പയ്യൻ്റെ കൈ കൊണ്ട് കഴിക്കണം എന്നുണ്ടോ? അപ്പോൾ അസർബൈജാൻ ടീ ആണ് ഞാൻ കുടിക്കാൻ പോകുന്നത്. നമ്മുടെ ടർക്കിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ഒരു പീസായിട്ട് ഇട്. എന്നിട്ട് ഒരെണ്ണം കഴിച്ചു നോക്കാം. ഇത് വളരെ സ്പെഷ്യൽ ഒരു സാധനമാണ്. ഹാപ്പി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ പോണ വഴിക്ക് ഇതാ വഴി നീളെ നല്ല എന്ത് രസം ഇത് കാണാൻ. അയ്യടാ, ഇവിടെ ഇപ്പോൾ കഴിച്ച ബ്ലാക്ക് ടീയുടെ ഇതാ കപ്പുകളൊക്കെ ഇരിക്കുന്നത്, കുഞ്ഞു സ്പൂണ്. എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടമായത്. ഇത് അയ്യോ, ഇതിൻ്റെ ആ കടയിലോട്ട് ഒരുപാട് കാര്യമുണ്ട് അകത്തോട്ട് കയറിയ. ഇങ്ങനെ ഈ വഴിയിലൂടെ നമ്മൾ വന്നത്, ഷഹർ എന്ന് പറഞ്ഞ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷനാണ്. മെട്രോ സ്റ്റേഷനും ഷിർവാൻ ഷാസ് പാലസ്, ബുഖാര, ഇതൊക്കെയാണ്. ഇനി നമ്മൾ അങ്ങോട്ടാണ് കാണിച്ചേക്കുന്നത്. ആ റൂട്ടിലോട്ടാണ് നമ്മളിപ്പോൾ പോണത്. കടയുടെ ഫ്രണ്ടിൽ ഫുൾ പോമഗ്രാനൈറ്റ്, അത് കാണിക്കാൻ വേണ്ടി ഞാൻ വെച്ചേക്കുന്നത്.
അങ്ങനെ ഞങ്ങൾ ഷിർഹാസൻ പാലസിൻ്റെ ഏകദേശം അടുത്തെത്തി. ഇതാ ടിക്കറ്റ് ഓഫീസ്. പാലസിലോട്ട് കയറുന്നതിന് മുമ്പ് എനിക്ക് കാണാൻ പറ്റിയ ഒരു ഭയങ്കര രസമുള്ള ഒരു കാഴ്ച, ഇത് മുന്തിരിങ്ങ ഉണ്ടായി നിൽക്കുന്നത്. എൻ്റെ പൊന്നി, എന്നാലും ഞാനിങ്ങനെ മുന്തിരി നമ്മൾ രാവിലെ എനിക്ക് മുന്തിരി വിലകൾ കായ്ച്ചിട്ടുണ്ടോ തളർത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കണം. അല്ലാണ്ട് ചുമ്മാ പാലസ് മാത്രം കണ്ടിട്ട് വന്നാൽ ഈ മുന്തിരി കിട്ടില്ല. അയ്യോ ചേച്ചി കാരണം മുന്തിരിയും പോമോഗ്രാനൈറ്റും ഞാൻ കണ്ട, അല്ലെങ്കിൽ ഞാൻ വെറുതെ പോയേനെ. ബാ, ഈ പാലസ് കാണാം. ട്രൈ ചെയ്യാം. ഈ മ്യൂസിക്കിനൊപ്പം നമുക്ക് ട്രൈ ചെയ്യാം. അത് അടുക്കിരിക്കുന്ന ആളെ കണ്ടിട്ട് അരവിന്ദ് സ്വാമിനെ പോലെ തോന്നും. പഴയ റോജയില് രണ്ടോ വായിക്കാത്ത പ്ലേ ചെയ്യാത്ത ഇത് അവര് നമ്മളെ വിളിച്ചു കയറ്റിയതാ വഴി കൂടെ പോയപ്പോ. എന്തെല്ലാം ആചാരങ്ങളാണല്ലേ. ഞാനിവിടെ മധുരം ഇപ്പൊ ഇതാ ട്രൈ ചെയ്യാൻ പോണത്. അങ്ങനെ നമ്മൾ മെയ്ഡൻ ടവറിൻ്റെ അവിടെ എത്തി. ഇതാണ് ബാക്കുവിലെ ഒരു നമ്പർ 2 അല്ലെങ്കിൽ നമ്പർ 1 മേജർ അട്രാക്ഷനിൽ പെടുന്നത് മെയ്ഡൻ ടവർ. അസർബൈജാൻ ക്യാപിറ്റൽ ഓഫ് ബാക്കുടെ ഇസ്സർ ഷഹറാണ് ഈ ഒരു സിറ്റി ഏരിയ. അത് കഴിഞ്ഞാൽ വരുന്ന ഇതാണ്. ചില ഇതിൻ്റെ ഭംഗി ഒരു രക്ഷയില്ല. അതും ആ മെയ്ഡൻ ടവറിൻ്റെ ലുക്കും ഈ സിറ്റിയും ഒരു 6 മണി സമയത്ത് പതുക്കെ ഇരുട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഈ സിറ്റിയുടെ ഭംഗി എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നിസാമി സ്ട്രീറ്റിൻ്റെ അവിടെ എത്തി. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഫൗണ്ടൻ ബാക്കുവിലെ. അങ്ങനെ നമ്മൾ നിസാമി സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്.
ഏകദേശം നമ്മൾ അത്യാവശ്യം ഒരു ദിവസം കാണാൻ പറ്റുന്നൊക്കെ കണ്ടു. ഇപ്പം നിസാമി സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സീറ്റ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. നിസാമി ഒരുപാടുണ്ട് കാണാൻ, കണ്ണു മതിയാവും. ലൈറ്റിങ്ങും ഫുഡ്, പിന്നെ ടീ, ബക്ലാവ, കുനാഫ, പിന്നെ എന്താ ഷോപ്പിംഗ്. എന്ത് തിരക്കാണോ അത്. വീക്കെൻഡ് പോലും അല്ലാത്തൊരു ദിവസം ഞാൻ വന്നിട്ടും ഇത്രയ്ക്കുണ്ട് ഇവിടെ കാണാൻ. ഒരു പ്രത്യേക സ്റ്റൈലല്ലേ. മോർണിംഗ്. അപ്പം നമ്മൾ ഇന്ന് ഫയർ ടെമ്പിളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഫയർ ടെമ്പിൾ കാണുന്നതിന് മുൻപ് നേരെ ഇവിടെ ഒരു ഷോപ്പിൽ വന്ന് സ്വെറ്ററും ഒരു നല്ല വിചാരിക്കാത്ത മഴ വന്നപ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഒരു കപ്പ് മേക്കിംഗ് ഇത് കണ്ട് മടിയിലൊരു പൂച്ച. ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കിയതാട്ടാ. ഇത്ര വെറൈറ്റി, എന്ത് രസമായിട്ട് ഡിസൈൻസ് വെച്ചിട്ട്. എല്ലാം ഹാൻഡ് മെയ്ഡാണ്. ഇതേപോലെ സമ്മതിച്ചു ഓരോരുത്തരെ. അപ്പം നമ്മൾ ഡേ 2 ഫസ്റ്റ് പോകുന്നു ഫയർ ടെമ്പിളിലോട്ട് പോവാം. അസർബൈജാൻ ഫയർ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് സ്ഥലമാണ്. ഒരു രക്ഷയില്ലാത്ത മഴയും തണുപ്പും വന്നു. അപ്പം ഞങ്ങളൊരു തൊപ്പിയൊക്കെ വാങ്ങിച്ച് നേരെ പോണു. കുറേ ടൂറിസ്റ്റ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ടിക്കറ്റൊക്കെ എടുത്ത്, ടിക്കറ്റ് എത്രയായിരുന്നു അറിയില്ല. നമ്മളിതാ ഫയർ ടെമ്പിളിന്റെ അടുത്തെത്തി. വിചാരിക്കാതെ ഇവിടെ നല്ല ചൂടാണ്. ഇവിടെ നിന്ന് ഇറങ്ങാം. ഇതായിരുന്നു ഫയർ ടെമ്പിൾ. അതാണ് ഫയർ ടെമ്പിൾ, ബാക്കു ഫയർ ടെമ്പിൾ. ആ കാണുന്നതാണ് ബാക്കു ഒളിമ്പിക് സ്റ്റേഡിയമാണ് കാണുന്നത്. ഒരു കൊട്ട പോലെ അല്ലേ. ഇതിന്റെ നേരെ പുറകെ കാണുന്നുണ്ടോ? ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത്, നേരത്തെ കണ്ടത് ഫയർ ടെമ്പിൾ ആണെങ്കിൽ ഇത് ഫയർ മൗണ്ടൻ. കുറച്ചൊക്കെ നടക്കാനുണ്ട്, നല്ല തണുപ്പുണ്ട്. ആ എഴുതി വെച്ചേക്കുന്നത് യനാർ ഡാഗ് അങ്ങനെ എന്തോ എഴുതി വെച്ചേക്കണം ആ മലയുടെ മുകളിൽ. പിന്നെ അവിടെ എല്ലാവരും ഫോട്ടോ എടുത്തോണ്ട് നിൽക്കുക. അവിടെ ഇങ്ങനെ തീ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഫയർ മൗണ്ടൻ. കണ്ട, ഞാൻ അങ്ങോട്ട് പോണില്ല. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഷാർക്ക് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റാണ്. നല്ല റെസ്റ്റോറൻ്റാണ്. ഷാർക്ക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. എൻ്റെ ഫുഡ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ചേച്ചിയുടെ ഫുഡ് വന്നു. ചേച്ചി ഭയങ്കര ഒരു വെജിറ്റേറിയനാണ്. What's the name
ഓഫ് ദിസ് ഷഹറൈസ്. ഇത് ബാക്കുവിലെ സ്പെഷ്യലാണ്. ഷഹറ റൈസും ലാമ്പുമാണ് ഇതിൻ്റെ, മട്ടണും റൈസുമാണ് ഇതിൻ്റെ അകത്ത്. ഇതെന്തിനാ വെച്ച് ബക്കറ്റിൻ്റെ അകത്ത് എന്തോ സ്വർഗലോകത്തിരിക്കുന്ന ഒരു ഫീല്. ഇത് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല ഇങ്ങനെ ഒരു സംഭവം. ഇവരിങ്ങനെ ബക്കറ്റും ഈ സാധനം കൊണ്ടുപോയി, ഞാനിങ്ങനെ ഒരു ബ്രെഡ് കൊടുത്തൊരു സാധനം. ഇത് ഒണീനാണ്, നല്ല മുന്തിരിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മട്ടനാണ്, മട്ടൻ പീസാണ്. ആപ്രിക്കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊരു സംതിങ് സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം അപ്പം നമ്മുടെ ബാക്കു അസർബൈജാൻ സ്പെഷ്യൽ ടീയിൽ നമ്മൾ നിർത്തുകയാണ്. അതെല്ലായിടത്തും ഇത് തന്നെയാണ്. ഇന്നലെ കഴിച്ച അത് പൂർത്തിയാവണമെങ്കിൽ ഈ ലെമണും കൂടെ ഇട്ട് പിന്നെ എന്തോ ഒരു സ്പെഷ്യൽ സംഭവം തന്നിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആപ്രിക്കോട്ടാണെന്ന് തോന്നി. ഭയങ്കര ടേസ്റ്റ്. നമ്മെ മധുരം എന്ന് പറഞ്ഞാൽ കിടിലം മധുരം. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരം. അപ്പോൾ മധുരം ഇടാണ്ട് കട്ടൻ ചായ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഞാൻ മധുരം ഇടാറില്ല പണ്ട് തൊട്ട്, ഒരു 10 വർഷമായിട്ട് മധുരം ഇടാണ്ടാണ് എല്ലാ ചായയും കാപ്പിയും കഴിക്കുന്നത്. ഇങ്ങനൊരു തന്നിട്ടുണ്ട്. വൈറ്റ് ഷുഗർ, ബ്രൗൺ ഷുഗർ തന്നിട്ടുണ്ട്. ഈ കട്ടൻ ചായയും പ്ലസ് ആപ്രിക്കോട്ടിൻ്റെ ഇതും കൂടെ വേണം ട്രൈ ചെയ്യാം. നല്ല ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ നേരെ തിരിച്ച് ഇറങ്ങുന്നു. നമ്മൾ പോണു, അടുത്ത സ്ഥലത്തേക്ക് പോണു. നമ്മുടെ വണ്ടി വെയിറ്റിംഗ്. ഇംഗ്ലീഷില്ല, പിന്നെ ഞാൻ എന്തിനാ. അപ്പോൾ ഗോബിസ്ഥാൻ കാണുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇവിടെ ഒരു ടിക്കറ്റ് എടുത്തതിന് ശേഷം ഒരു ബ്ലൂ കളറിൽ നല്ല രസം ഈ ബിൽഡിങ് പോലും കാണാൻ. അങ്ങോട്ടാണ് നമ്മൾ പോണത്. ഈ പാറയുടെ മുകളിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഇത്ര രസം. കാറ്റ് ഇതൊക്കെ ഉണ്ട്. ഒക്ടോബർ, നവംബർ, ഡിസംബർ വരുമ്പോഴത്തേക്കും നമ്മൾ അതിനനുസരിച്ചുള്ള സ്വെറ്റർ കാര്യങ്ങൾ, ചെവി മുടാനും ഒക്കെയുള്ള തണുപ്പ്. എന്താ ഇത് കാണാനാണോ ദൈവമേ? എനിക്കൊന്നും മിണ്ടാനേ പറ്റില്ല, ഭയങ്കര തണുപ്പായിട്ടേ. ഇത് അതിനെപ്പറ്റി ആർക്കിയോളജിക്കൽ ഡാറ്റയാണ് പറഞ്ഞേക്കുന്നത് ഇതിൽ. About 3,000 examples of material culture such as stone tools, over 1,000 materials, pendant ornaments made from shells എന്നൊക്കെ പറഞ്ഞ് ഈ പാറയുടെ ഓരോരോ കാര്യങ്ങൾ ഇതിനെപ്പറ്റിയുള്ള ഇതാണ് കൊടുത്തേക്കുന്നത്. അതിനെപ്പറ്റി അറിയാൻ എന്തോ ഭയങ്കര പ്രത്യേകതയുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട, എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്.
വോൾക്കാനോ കാണാൻ വേണ്ടി എത്രയോ ഡെസേർട്ടിന്റെ അവസ്ഥ ഒരു ഈ വണ്ടിയിലാണ്. മറ്റേ മാറി കയറി ഒരു 20-30 മിനിറ്റ് മാറി കയറി വന്നിട്ടാണ് വണ്ടി നമ്മളിങ്ങനെ വീഴാൻ അത്രയ്ക്ക് വലിയ കാറ്റാണ്. പോണം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് എന്റെ പൊന്നേ എന്തോരെ ഇതൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ബാക്കുവിനോട് ടാറ്റ ബൈ ബൈ പറയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എന്ന് പറയാൻ ഇങ്ങനെ കുറച്ച് എന്താ പറയുക, ചെറി ജാം, ആപ്രിക്കോട്ട് ജാം, പിന്നെ ഇവിടുത്തെ വാൾനട്ട് ജാം, ഇതൊന്നും നമ്മൾ അധികം കാണാത്തതാണ്. ഇത് പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് എഗ് ഓംലേറ്റ് ഒക്കെ ഉണ്ട്. തേനിൻ്റെ സ്ഥലത്ത് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. നമുക്കിങ്ങനെ തേൻ അതിൻ്റെ അകത്തുനിന്ന് പൊട്ടിച്ച് ഇതിൻ്റെ അകത്തുനിന്ന് തേൻ എടുക്കാം. ഇവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കി തരുന്നത്. ഓംലേറ്റും നല്ല ചൂടായിട്ട് ഉണ്ടാക്കി തരും. എനിക്കൊരു ഓംലേറ്റ് പറഞ്ഞു, അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് സുന്ദരിക്കുട്ടീനെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. ബ്യൂട്ടിഫുൾ ബാക്കുവിനോട്, അസർബൈജാൻ്റെ ക്യാപിറ്റലായ ബാക്കുവിനോട് ഇതാ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ റൂഫ് ടോപ്പ് ഇരുന്ന് കഴിക്കുന്നു. നല്ല വ്യൂ. അപ്പം ബൈ ബൈ. എന്നെങ്കിലും കാണാമെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ. പ്രത്യേക ഷേപ്പാണ് എയർപോർട്ട്. നോക്കി, എയർപോർട്ടിൽ വെച്ചിരിക്കുന്ന ആ ഒരു ബാക്കുവിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഒരുപാട് പ്രാവശ്യം, ഇതിൻ്റെ ബിൽഡിങ്സ് ആണ്. മോഡേൺ ബിൽഡിങ്സ് ആയിക്കോട്ടെ, ഓൾഡ് ബിൽഡിങ്സ് ആയിക്കോട്ടെ, ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഈ കൺട്രിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് തന്നെയാണ് ഈ എയർപോർട്ടിൽ നമ്മൾ കാണുന്നത്. നമ്മൾ ഇതുവരെയും കാണാത്ത ടൈപ്പുള്ള സ്റ്റൈലാണ് അവരുടെ ചെറിയ ഷോപ്സ് പോലും വെച്ചേക്കുന്നത്. കണ്ടോ, ഇതൊരു എയർപോർട്ടിൻ്റെ അകമാണെന്ന് നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്ത് രസം, ഏതാണ്ട് കുഞ്ഞ്. ഓക്കെ, അങ്ങനെ കുറച്ച് 2 ദിവസം നമ്മൾ നേരെ ഇവിടുന്ന് പോണു ദുബായ്.